മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-2 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. വെള്ളത്തിനു മീതെ ദൈവത്തിന്റെ ചൈതന്യം ചലിച്ചുകൊണ്ടിരുന്നു. രൂപരഹിതവും ആഴത്തിൽ ഇരുളു പരന്നതുമായ ഈ ഭൂമിയെ മനോഹരമായി രൂപവൽക്കരിച്ചത്, വെളിച്ചം നൽകിയത് ദൈവത്തിന്റെ ചൈതന്യമായ ഈ ആത്മാവാണ്. പ്രവാചകന്മാരിലും ന്യായാധിപന്മാരിലും നിറഞ്ഞു കവിഞ്ഞ് അവരെ പ്രവർത്തനനിരതമാക്കിയ ദൈവത്തിന്റെ ദാനമായ, ദൈവത്തിന്റെ ശക്തിയായ, പഴയ നിയമം പരോക്ഷമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന അതേ ദൈവാത്മാവ് പുതിയ നിയമത്തിന്റെ ആരംഭം മുതൽ കർമ്മനിരതമാകുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 55-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ദൂതൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. യേശുവിന്റെ ജനനം മുതൽ മരണം വരെ ഈ ദൈവത്തിന്റെ ശക്തി പ്രകടമായിരുന്നതായി തിരുവചനം സാക്ഷിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 18-ാം വാക്യത്തിൽ യേശു തന്നെക്കുറിച്ച് തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു: കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും, അന്ധർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യവുമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. പലസ്തീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നന്മ ചെയ്ത് ചുറ്റി സഞ്ചരിച്ച യേശുവിനെ നോക്കി ജനം പറഞ്ഞു, ദൈവം അവനോട് കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ കാറ്റായും ശക്തിയായും പ്രാവായും ഒക്കെ ചിത്രീകരിക്കുമ്പോൾ യേശു നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുക ഒരു വ്യക്തിയായിട്ടാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കാൻ മറ്റൊരു സഹായകനെ നൽകുകയും ചെയ്യും. ലോകത്തിന് ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് സഹായകനും വഴികാട്ടിയും അഭിഭാഷകനും ആശ്വാസദായകനും ഒക്കെയാണ്. എന്നിരുന്നാലും സജീവനായ ദൈവത്തിന്റെ ആത്മാവുമായുള്ള കൂട്ടായ്മയിലേക്ക്, പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിലേക്കാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് വിശുദ്ധ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 13-ാം അധ്യായം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സഭ ഇന്നും നമ്മെ ആശീർവദിക്കുന്നത് ഈ പരിശുദ്ധ തൃത്വത്തിന്റെ കൂട്ടായ്മയിൽ തന്നെയല്ലേ? അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ അനേകം ജനതയെ അത്ഭുത സ്തബ്ധരാക്കിയ ഒരു സംഭവം വിവരിക്കുന്നു. പന്തക്കൊസ്താ ദിനം സമാഗതമായപ്പോൾ അവർ ഒരുമിച്ചിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു വലിയ ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുമ്പോൾ നാം കാണുന്നു, ഈ വാഗ്ദാനം നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും വിദൂരസ്ഥർക്കും നമ്മുടെ കർത്താവ് തന്റെ അടുക്കൽ വിളിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന്. ജ്ഞാനസ്നാനത്താലും തൈലാഭിഷേകത്താലും യേശുവിന്റെ ഈ വാഗ്ദാനം സ്വീകരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച നമുക്ക് ദൈവാരൂപിയാൽ നിറഞ്ഞ അപ്പസ്തോലന്മാരിൽ ചിലരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം. വെറും മുക്കുവനായിരുന്ന തന്നെ വിളിച്ച് ചേർത്ത് നിർത്തി സ്വജീവിതത്തിന്റെ പ്രധാന സംഭവങ്ങൾക്കെല്ലാം സാക്ഷിയാക്കിയ കർത്താവ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു വേള പ്രഘോഷിച്ചിട്ടും ഒരു രാവ് പകലാകും മുൻപേ ഒരു വേലക്കാരിയുടെ മുൻപിൽ തള്ളിപ്പറഞ്ഞവൻ ശിഷ്യപ്രമുഖൻ പത്രോസ്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്റെ ഗുരുവിനെ പോലെ മരിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് ഏറ്റുപറഞ്ഞ് തലകീഴായി തന്നെ കുരിശിത്തറയ്ക്കാൻ പടയാളികളോട് അവൻ ആവശ്യപ്പെട്ടു. യേശു രാജാവാകുമ്പോൾ വലത്തും എടുത്തും ഇരിക്കാൻ മത്സരിച്ച യാക്കോബും യോഹന്നാനും ദൈവാത്മാവിനാൽ നിറഞ്ഞപ്പോൾ രക്തസാക്ഷിത്വത്തിലൂടെ സ്വർഗത്തിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ യാക്കോബിന് സാധിച്ചു. യോഹന്നാനാകട്ടെ
ക്രിസ്തുവിനെ പ്രതി അനേകം പീഡകൾ സഹിച്ച് തന്റെ നാഥനോട് ചേർന്ന് നിൽക്കുന്ന അരുമ ശിഷ്യനാണ് താനെന്നും തെളിയിച്ചു. ഭീരുക്കളായിരുന്ന അക്ഷരജ്ഞാനം ഇല്ലാതിരുന്ന അപ്പോസ്തലന്മാർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സുവിശേഷ വ്യാപനത്തിനായി ഇറങ്ങിത്തിരിച്ചു. അവർ ക്രിസ്തുവിനെ അറിയുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക മാത്രമല്ല, മറിച്ച് ക്രിസ്തുവിനെ പ്രതി സ്വജീവൻ ത്യജിക്കാനുമുള്ള ധീരത പ്രകടിപ്പിച്ചു. യഹൂദ നിയമങ്ങളിൽ പ്രാവീണ്യം നേടിയ, ക്രിസ്ത്യാനിയെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച തീക്ഷ്ണമതിയായ സാവൂൾ എന്ന യഹൂദ യുവാവ് ക്രിസ്തുവിനെ അറിഞ്ഞ് പൗലോസായപ്പോൾ സധൈര്യം പ്രസ്താവിച്ചു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇവരിലൊക്കെ നിറഞ്ഞു നിന്ന അതേ ദൈവാത്മാവ് തന്നെയാണ് ഇന്നും നമ്മളിലും വസിക്കുന്നതെന്ന് നമുക്ക് മറക്കാതിരിക്കാം. വിശുദ്ധ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇപ്രകാരം കുറിക്കുന്നു, ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, നന്മ, ക്ഷമ, ദയ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരെ ഒരു നിയമവുമില്ല. ഇത്തരുണത്തിൽ നമുക്കൊന്ന് ആത്മവിചിന്തനം ചെയ്യാം. പരിശുദ്ധാത്മാവിനെ ദാനമായി സ്വീകരിച്ച നാം ഈ ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാണോ? സങ്കീർത്തകന്റെ ദാഹവും പ്രാർത്ഥനയും ഇപ്രകാരമായിരുന്നു, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ. 2024 ഈ പന്തക്കുസ്ത തിരുനാളിനായി നാം ഒരുങ്ങുമ്പോൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും ചൂടി അനുദിന ജീവിതത്തിൽ അഭിഷേകത്തോടെ വ്യാപരിക്കാൻ ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന് സഹചർക്ക് അനുഭവമാകത്തക്ക വിധം അരൂപിയുടെ മേലപ്പൂ ചാർത്തിവരാകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ.